നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്കാണ് ആദ്യം. ബാങ്കിന്റെ വ്യാജ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് തൃപ്പയാറിലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമയുടെ 4 ലക്ഷം രൂപ കവർന്നു. കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് തുറന്നു നൽകാത്തതിനെതിരെ മണലൂർ പഞ്ചായത്തിലെ LDF അംഗങ്ങളുടെ പ്രതിഷേധം. എഴുത്തുകാരൻ ഗോപി മാമ്പുള്ളിയുടെ ദേശങ്ങൾ കഥ പറയുന്നു എന്ന പുസ്തകത്തിന്റെ പ്രകാശനം രമേശ് ചെന്നിത്തല നിർവഹിച്ചു. വാർത്തകളിലേക്ക് വിശദമായി. ബാങ്കിന്റെ വ്യാജ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് തൃപ്പയാറിലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമയുടെ 4 ലക്ഷം രൂപ കവർന്നു. തൃപ്പയാർ ലൈറ്റ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമ പെരിങ്ങോട്ടുകര സ്വദേശി പ്രദീപിനാണ് പണം നഷ്ടമായത്. ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി, അതായത് ഫെഡറൽ ബാങ്കിലാണ് എൻ്റെ അക്കൗണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ആപ്പ് തുറന്നതാണ്. തുറന്നപ്പോൾ അതിൽ മൊബൈലിൽ തുറന്നതാണ്. അപ്പോൾ അതിൽ ഫെഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നു ഒരു ആപ്പ്. അതിൽ ആണ് നമ്മൾ ഓപ്പൺ ചെയ്തത്. ഓപ്പൺ ചെയ്തതിന് ശേഷം അതല്ലാന്ന് മനസ്സിലായപ്പോഴല്ലേ അത് ഇതായിട്ട് ഫെഡ് മൊബൈൽ എന്ന് പറയുന്ന ഒരു ഒറിജിനൽ ഇതിൽ കയറിയിട്ട് നമ്മൾ അതിൽ ചോദിച്ച പ്രകാരം എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, ATM കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെ കൊടുത്തു. അതിന് ശേഷം ഞങ്ങളിത് നോക്കിയിട്ട് കിട്ടുന്നത് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തു. അത് കിട്ടിയില്ല, ഓപ്പൺ ആവുണ്ടായിരുന്നില്ല. അതിന് ശേഷം ഞങ്ങളത് നിർത്തിവെച്ചു. ഒരു 2-6 ആയപ്പോഴേക്കും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു 98,000 രൂപയും അതിന് ശേഷം ഒരു 1,92,000 രൂപ നെറ്റ് ബാങ്കിങ് വഴി ഒരു വിഡ്രോ ചെയ്തു. ഉടനെ ബാങ്കിൽ നിന്ന് വിളി വന്നു, നിങ്ങളിങ്ങനെ നെറ്റ് ട്രാൻസാക്ഷൻ ഉപയോഗിക്കണ്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇല്ല, ഉടനെ നിങ്ങൾ അത് ബ്ലോക്ക് ചെയ്യണമെന്ന് ആ സെക്കൻഡിൽ അവരുടെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷെ അതിന് ശേഷവും ഒരു 3,25,000 ഒരു 30,000 കൂടി വിഡ്രോവൽ വന്നു. ഒരു 3,20 ആകുമ്പോഴേക്കും മൊത്തം 4,03,000 സംതിങ് ബാങ്കിൽ നിന്ന് പോയി. അതിനുശേഷം നമ്മൾ ബാങ്കായിട്ട് ബന്ധപ്പെട്ട് ബാങ്കിൽ വന്നു. അവരതൊക്കെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തു. അവരത് ക്യാൻസൽ ചെയ്തു. എൻ്റെ അക്കൗണ്ട് ക്യാൻസൽ ചെയ്യുകയുണ്ടായിരുന്നു. മൊബൈൽ ഫോണിലുള്ള ബാങ്കിന്റെ ആപ്പ് മുഖേന ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാനായി ശ്രമിച്ചപ്പോഴാണ് തട്ടിപ്പ് നടന്നത്. ബാങ്കിന്റെ ഒഫീഷ്യൽ ആപ്പിന് പകരം ഫോണിൽ കടന്നുകൂടിയ വ്യാജ ആപ്പാണ് ഇദ്ദേഹം തുറന്നത്. ബാലൻസ് പരിശോധിക്കാനുള്ള ശ്രമത്തിനിടെ ഫോൺ ഹാക്ക് ചെയ്ത് തട്ടിപ്പ് നടന്നുവെന്നാണ് സംശയിക്കുന്നത്. OTP ഉൾപ്പെടെ പങ്കുവെക്കാനുള്ള നിർദ്ദേശം അനുസരിച്ചതാണ് ബലിയായത്. 8 തവണയായി 4,03,000 രൂപയോളം നഷ്ടപ്പെട്ടു. സൈബർ സെല്ലിലും അന്തിക്കാട് പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ജാർഖണ്ഡ് സ്വദേശികളാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ എൻ്റെ കേസ് രജിസ്റ്റർ ചെയ്യുകയോ FIR ചെയ്തിട്ടില്ല. CI വന്നതിന് ശേഷം ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതില്ലെങ്കിൽ അനന്തര നടപടികളായിട്ട് മേൽഘടകത്തിലേക്ക് പരാതിയായിട്ട് പോകാനാണ് നമ്മൾ സൈബർ തട്ടിപ്പാണെന്നാണ് ബാങ്ക് പറയുന്നത്. അതിനു മുമ്പ് തലേദിവസം ഒരു 10,000 രൂപ ഒരാളുടെ സെയിം ഇതിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ബ്രാഞ്ചിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്നും ഞങ്ങൾ ബാങ്കിൽ ചെന്നപ്പോൾ വേറെ ആളുടെ ഒരു 50,000 രൂപയോളം ഫേക്ക് അക്കൗണ്ടിലേക്ക് മാറിപ്പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ബാങ്കിൽ ഇത് ഇപ്പോൾ സ്ഥിരം എന്ന് പറഞ്ഞ പോലെ നടക്കുകയാണ്. അവർ വേണ്ട സെക്യൂരിറ്റിയും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് ബാങ്ക് എൻ്റെ നഷ്ടം നികത്തി തരണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ള ഒരു പ്രധാന കാര്യം. കാരണം ഞാൻ എൻ്റെ ഫോൺ നമ്പറിൽ നിന്നോ അല്ലെങ്കിൽ ആ അക്കൗണ്ടിൽ ഇതുവരെ നെറ്റ് ബാങ്കിങ് നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു നെറ്റ് ബാങ്കിങ് നടത്തുമ്പോൾ അവരത് പെട്ടെന്ന് തന്നെ അത് ബ്ലോക്ക് ചെയ്ത് വേണ്ടത് കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. അന്ന് ബാങ്കിൽ ചെന്നപ്പോൾ പ്രധാനപ്പെട്ട മാനേജറോ അസിസ്റ്റന്റ് മാനേജറോ ആരും ഉണ്ടായില്ല. ഉത്തരവാദിത്തപ്പെട്ട ആരും ഞാനവിടെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. അവർ കുറേ കൂടി ലാഗ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. അതല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഇത്രയും പോയിരുന്നില്ല. 2 ലക്ഷം രൂപയൊക്കെ അത് അവസാനിക്കുമായിരുന്നു. മേപ്രങ്ങാട്ട് ഗണേശമംഗലം റോഡ് ഗതാഗതം പുനരാരംഭിക്കണം എന്നാവശ്യപ്പെട്ട് വാടനപ്പള്ളി മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി റോഡിൽ കൊയ്ത്തുപാട്ട് പാടി ഞാറുനട്ട് വേറിട്ട പ്രതിഷേധ സമരം നടത്തി. 2 വർഷത്തോളമായി ഒഴുക്കാം തോടും റോഡും പൊളിച്ചിട്ടിട്ട്. വാടനപ്പള്ളി പഞ്ചായത്തിൽ നടുവിൽക്കര ബസ് റൂട്ട് ഈ റോഡിലൂടെ ആയിരുന്നു.
ഹൈവേയിൽ വലിയ ഗതാഗത തടസ്സം വരുന്ന സമയങ്ങളിൽ വാഹനങ്ങൾ തിരിച്ചുവിടുന്നതും ഈ റോഡിലൂടെയായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ മഹിളാ കോൺഗ്രസ് മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ബി സി ഷീജ അധ്യക്ഷയായി. ജില്ലാ ജനറൽ സെക്രട്ടറി സുഗന്ധിനി ഗിരീഷ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുസ്തഫ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രിൻസി സുരേഷ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ സുരജ സിയൻ, ശ്രീകല സജീവൻ, കുമാരി സുരേഷ്, ഷഫീന ഷബീർ അലി, ഫാത്തിമ ജലീൽ, ആമിനക്കുട്ടി യൂസഫ്, ഗീത കൊച്ചുമോൻ, സനില ബൈജു എന്നിവർ സംസാരിച്ചു. നിർമ്മാണം വന്നു. ഈ നമ്മുടെ നിലവിലുള്ള നാഷണൽ ഹൈവേയുടെ ഈ കിഴക്ക് വശത്തുള്ള എത്രയോ നിരവധി കുടുംബങ്ങളാണ് വെള്ളക്കെട്ട് കൊണ്ടും കുടിവെള്ളം ലഭിക്കാത്തത് കൊണ്ടും ഒരുപാട് ജനങ്ങൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലരും നമ്മളോട് വന്ന് പരാതി പറയുമ്പോൾ ഞങ്ങൾ താൽക്കാലികമായി കുടിവെള്ളം എത്തിക്കുകയൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. നമ്മുടെ സഹപ്രവർത്തകരൊക്കെ വിവിധ സമരങ്ങളുമായി കലക്ടർക്കും മന്ത്രിക്കും MLA-ക്കും പഞ്ചായത്തിനും ഒക്കെ നിവേദനങ്ങളും പരാതികളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ ഈ ഗ്രാമപഞ്ചായത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് നമുക്കറിയാം. ഇതിലെ ഏറ്റവും ഈ പ്രദേശത്തെ ജനങ്ങൾ വളരെ ആഘോഷപൂർവ്വം ഉത്സവങ്ങൾ നടത്തുകയും വളരെ ഭക്തിപൂർവ്വം തൊഴാൻ പോകുന്ന നമ്മളൊക്കെ കുട്ടിക്കാലം തൊട്ട് കേൾക്കുന്ന ക്ഷേത്രമാണ് മേപ്പറങ്ങാട്ട് ക്ഷേത്രം. ആ ക്ഷേത്രത്തിലേക്ക് ജനങ്ങൾക്ക് നാഷണൽ ഹൈവേയിൽ നിന്ന് വണ്ടി ഇറങ്ങിയിട്ട് അവിടെ തൊഴാൻ വരാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. താന്യം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. വലപ്പാട് ഗ്രൗണ്ടിൽ താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ മാസം 18 മുതൽ 28 വരെയാണ് കേരളോത്സവം നടത്തുന്നതെന്നും കേരളോത്സവത്തിനായി സാമ്പത്തിക വർഷത്തിൽ 1,50,000 രൂപ മാറ്റിവെച്ചതായും പ്രസിഡന്റ് അറിയിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ രഹന പ്രജു, മീന സുനിൽ, അസിസ്റ്റന്റ് സെക്രട്ടറി TG സുനിൽ എന്നിവർ സംസാരിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ 1.5 ലക്ഷം രൂപ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതിയാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത്. ഞങ്ങളുടെ ഭരണസമിതിയുടെ 5 വർഷത്തെ ഭരണസമിതിയുടെ ലാസ്റ്റത്തെ കേരളോത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ 5 വർഷവും വളരെ സൗഹാർദ്ദപരമായും എല്ലാം ഒത്തൊരുമയോടുകൂടി ഞങ്ങളുടെ ക്ലബ് അംഗങ്ങൾക്കും താന്യം പഞ്ചായത്തിലെ എല്ലാവർക്കും നടത്താനായിട്ട് സാധിച്ചു. ഇനി ഈ വർഷത്തെയും കൂടി പരിപാടി നല്ല രീതിയിൽ സഹകരണത്തോടുകൂടി നടത്തണമെന്ന് ആദ്യം തന്നെ അഭ്യർത്ഥിക്കുകയാണ്. മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എഴുത്തുകാരൻ ഗോപി മാമ്പുള്ളിയുടെ ദേശങ്ങൾ കഥ പറയുന്നു എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ഉമ്മൻചാണ്ടി സാഹിത്യ വിദ്യാഭ്യാസ മാധ്യമ പുരസ്കാരവും മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ഗോപി മാമ്പുള്ളി ശാരീരികമായ ചില അസ്വസ്ഥതകളുള്ള ആളാണ്. 5-ാമത്തെ വയസ്സ് മുതൽ 2-ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹത്തിന് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ ആ ബുദ്ധിമുട്ടുകളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഉന്നതമായ വിദ്യാഭ്യാസം നേടിയെടുക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു. ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ട് ഒന്നും അദ്ദേഹത്തെ തളർത്തിയില്ല. അദ്ദേഹം നിശ്ചയദാർഢ്യത്തോടെ ഹൈസ്കൂളിലും കോളേജിലും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും വളരെ കലാരംഗത്തുമെല്ലാം ശ്രദ്ധേയനായി പ്രവർത്തിക്കുകയുണ്ടായി. കഞ്ചിക്കോട് ഗവൺമെൻറ് ഹൈസ്കൂൾ, കൊടുവായൂർ ഹൈസ്കൂൾ, തൃശ്ശൂർ കമ്പൈൻ കോളേജ്, തളിക്കുളം SNVUP സ്കൂൾ എന്നിവിടങ്ങളിൽ അധ്യാപകനായി പ്രവർത്തിച്ചു. അധ്യാപക സഹകരണ പ്രസ്ഥാനം ക്യാൻഫഡ് തുടങ്ങിയിട്ടുള്ള എല്ലാ പരിപാടികളിലും പ്രസ്ഥാനങ്ങളിലും സജീവ സാന്നിധ്യമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MB അരുൺ അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ ഡോക്ടർ PV കൃഷ്ണൻ നായർ പുസ്തകം ഏറ്റുവാങ്ങി. ഗ്രാമ്യ ഓർബിറ്റ് ചാനൽ ക്യാമറാമാനും റിപ്പോർട്ടറുമായ സായുജ് തൃപ്പയാറിനെ ചടങ്ങിൽ ആദരിച്ചു. മുൻ DCC പ്രസിഡന്റ് PA മാധവൻ, UDF ചെയർമാൻ TV ചന്ദ്രമോഹനൻ, ഗോപി മാമ്പുള്ളി, KPCC സെക്രട്ടറി A പ്രസാദ്, DCC ഭാരവാഹികളായ സുന്ദരൻ കുന്നത്തുള്ളി, KK ബാബു, BG അശോകൻ, PK രാജൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബൈദ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ഹരിത സമേതം ശുചിത്വ വിദ്യാലയം മണലൂർ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ വിജയിച്ച വിദ്യാലയങ്ങളെ അനുമോദിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് സമ്മാനങ്ങൾ നൽകി.
വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ, ശുചിത്വ കോർഡിനേറ്റർ PJ ജോളി, വിദ്യാഭ്യാസ ഇംപ്ലിമെന്റ് ഓഫീസർ ജോസി എന്നിവർ സംസാരിച്ചു. US ഇസ്രായേൽ സാമ്രാജ്യത്വ കടന്നാക്രമണത്തിൽ പ്രതിഷേധിച്ച് CPM നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്പയാറിൽ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. നാട്ടിക സെന്ററിൽ നിന്നാരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. തുടർന്ന് തൃപ്പയാർ സെന്ററിൽ നടന്ന പൊതുസമ്മേളനം CPM ജില്ലാ കമ്മിറ്റി അംഗം M രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു അധ്യക്ഷനായി. മുതിർന്ന നേതാവ് PM അഹമ്മദ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, KA വിശ്വംഭരൻ, KR സീത, TS മധുസൂദനൻ, KC പ്രസാദ്, KB ഹംസ, MR ദിനേശൻ എന്നിവർ സംസാരിച്ചു. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പോരാട്ടം 1940 സെപ്റ്റംബർ 15 നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. യുദ്ധവിരുദ്ധ പ്രതിഷേധം, സാമ്രാജ്യത്വ വിരുദ്ധ പ്രതിഷേധം എന്നുള്ള നിലയിൽ രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ കാലത്ത് സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും 1940 സെപ്റ്റംബർ 15 ഒരു പ്രതിഷേധ സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായി. മറ്റു വാർത്തകൾക്ക് മുമ്പായി ഇടവേള. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപ്പയാറിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. പിണറായി ഭരണത്തിൽ പോലീസിന്റെ ആക്രമണങ്ങളിൽ ശരിയായ അന്വേഷണം ആവശ്യപ്പെട്ടും നിയമസഭയിൽ സത്യാഗ്രഹമിരിക്കുന്ന ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, AKM അഷ്റഫ് ഉൾപ്പെടെ MLA-മാർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടുമായിരുന്നു പ്രതിഷേധം. തുടർന്ന് നടന്ന പൊതുയോഗം നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് AN സിദ്ധപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ TV ഷൈൻ, ജീജ ശിവൻ, PC മണികണ്ഠൻ, PC ജയബാലൻ, രഹന ബിനീഷ്, ജയ സത്യൻ, AK വാസൻ, മധു അന്തിക്കാട്ട്, മണികണ്ഠൻ CK, മുഹമ്മദ് റസൽ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം പോലീസ് ലോക്കപ്പ് മർദ്ദനക്കേസിലെ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭാ മന്ദിരത്തിൽ സത്യാഗ്രഹമിരിക്കുന്ന MLA-മാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പന്തം കൊളുത്തി പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് PS സന്തോഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ബ്ലോക്ക് ഭാരവാഹികളായ CR അർമുഖൻ, വികാസ്, MM ഇക്ബാൽ, ANG ജെയ്ക്കോ, മണ്ഡലം ഭാരവാഹികളായ സുമേഷ് പാനാട്ടിൽ, വൈശാഖ് വേണുഗോപാൽ, സജിത്രൻ തയ്യിൽ, MA സലീം, ഡേവിസ് വാഴപ്പള്ളി, TJ ഡേവിസ്, ഇസ്മയിൽ അറക്കൽ, തോമസ് EP എന്നിവർ സംസാരിച്ചു. പോലീസിനെ എതിർക്കുകയും ന്യായമായി കാര്യങ്ങൾ ചോദിക്കുകയും ഈ സർക്കാരിനെ എതിർക്കുകയും ചെയ്യുന്ന ആളുകളോട് പോലീസ്
ദൃഢഭാവ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കരണക്കുറ്റി അടിച്ചു പൊളിക്കാനും മുട്ടുംകാല് വെച്ച് അവന്റെ വയറ്റിൽ കയറ്റുവാനും കുരിച്ചു നിർത്തി കൂമ്പിനടിക്കാനുമാണ് കേരളത്തിലെ പോലീസ് ഭാവിക്കുന്നതെങ്കിൽ കേരള പോലീസിനോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ തിരിച്ചു ചെയ്യാൻ അറിയുന്ന ആളുകളുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന്. വാടനപ്പള്ളി ബീച്ച് സംരക്ഷണത്തിന് ശാശ്വത പരിഹാരം നടപ്പിലാക്കണമെന്നും അല്ലാത്തപക്ഷം ജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും SDPI വാടനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ തൃപ്പയാറിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ 200 മീറ്ററിൽ അധികം തീരദേശ ഭൂമി കടൽ എടുക്കുകയും 100-ൽ അധികം വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഈ സ്ഥിതി തുടർന്നാൽ തീരദേശ വാർഡുകളിലെ പകുതിയോളം സ്ഥലങ്ങൾ കടലെടുത്ത് പോകുമെന്നും ഇവർ പറയുന്നു. ഇപ്പോൾ നടക്കുന്ന കടൽ ഭിത്തി നിർമ്മാണം ശാശ്വതമായ പരിഹാരം അല്ലെന്നും കടലേറ്റം തടയുന്നതിനായി ഇറിഗേഷൻ വകുപ്പ് നടത്തിയ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശാശ്വതമായ നടപടികളാണ് വേണ്ടതെന്നും ഇവർ ആവശ്യപ്പെട്ടു. SDPI പഞ്ചായത്ത് പ്രസിഡന്റ് നൌഫൽ വലിയകത്ത്, പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സനോബർ PA, ട്രഷറർ ഷെറീന ഷഹീർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഫൈസൽ പുതിയവീട്ടിൽ, കമ്മിറ്റി അംഗം ഹസീന ഷെഫീഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പൊതുജനങ്ങൾക്കും ഗതാഗതത്തിനും തുറന്നു നൽകാത്തതിൽ പ്രതിഷേധിച്ച് മണലൂർ ഗ്രാമപഞ്ചായത്തിലെ LDF അംഗങ്ങൾ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചു. ഓഗസ്റ്റ് 25-നാണ് ബസ് സ്റ്റാൻഡ് നവീകരണത്തിനായി പൊളിച്ചിട്ടത്. ഓണക്കാലമായതിനാൽ 10 ദിവസം കൂടി കഴിഞ്ഞ് പണി നടത്തിയാൽ മതിയെന്ന് കടക്കാർ ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് അത് അംഗീകരിച്ചില്ല എന്ന് LDF അംഗങ്ങൾ കുറ്റപ്പെടുത്തി. അവർ വാടക ഇനത്തിൽ കുറവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഭരണസമിതിക്ക് കത്ത് നൽകിയെങ്കിലും പ്രസിഡന്റ് അത് മറച്ചുവെച്ചു. കാഞ്ഞാണിയിൽ ഓണക്കാലത്തുണ്ടായ ഗതാഗതക്കുരുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൃഷ്ടിച്ചതാണെന്ന് LDF അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ബസ് സ്റ്റാൻഡ് സെപ്റ്റംബർ 16-ന് തുറന്നു നൽകാം എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ 18-ആയിട്ടും തുറക്കാതെ വന്നപ്പോഴാണ് LDF അംഗങ്ങൾ ഭരണസമിതിക്കകത്ത് പ്രതിഷേധിക്കുകയും ഭരണസമിതി ബഹിഷ്കരിക്കുകയും ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ സമരം ഉദ്ഘാടനം ചെയ്തു. അംഗങ്ങളായ ഷാനി അനിൽകുമാർ, ബിന്ദു സതീഷ്, ധർമ്മൻ പറത്താട്ടിൽ, ഷേളി റാഫി എന്നിവർ സംസാരിച്ചു. സെപ്റ്റംബർ മാസം 16-ാം തീയതി കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പണി കഴിഞ്ഞ് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകുമെന്നാണ് AEയും പഞ്ചായത്ത് പ്രസിഡന്റ് പൊതുജനങ്ങളോടും മെമ്പർമാരെടുത്തും പറഞ്ഞിരുന്നു. എന്നാൽ 16-ാം തീയതി കഴിഞ്ഞു, 17 കഴിഞ്ഞു, 18-ാം തീയതിയായിട്ടും പൊതുജനങ്ങൾക്ക് ബസ് സ്റ്റാൻഡ് തുറന്നു കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഇന്ന് ചേർന്ന പഞ്ചായത്ത് ഭരണസമിതിക്കകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാർ അത് എന്തുകൊണ്ടാണ് തുറന്നു കൊടുക്കാൻ കഴിയാതിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ ധിക്കാരത്തോടു കൂടി മെമ്പർമാരുടെ അടുത്ത് ഇടപെടുകയും ഇപ്പോൾ അടുത്തൊന്നും പഞ്ചായത്തിൻ്റെ ബസ് സ്റ്റാൻഡ് തുറന്നു കൊടുക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം പഞ്ചായത്ത് ഭരണസമിതിക്കകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മെമ്പർമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. ധിക്കാരപരമായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഇടപെടലാണ് ഇത്തരത്തിൽ പഞ്ചായത്ത് ഭരണസമിതി ബഹിഷ്കരിക്കാൻ മെമ്പർമാരെ നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ മെമ്പർമാർ ഇടയാക്കിയത് എന്നുള്ള സാഹചര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലും അവിടെ പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിലും നടത്തും. അടിയന്തരമായി ബസ് സ്റ്റാൻഡ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം. അല്ലാത്ത പക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് തുറന്ന് പ്രവർത്തിക്കുന്നവർ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കും എന്നുള്ളത് ഈ അവസരത്തിൽ ഇവിടെ സൂചിപ്പിക്കും. ചളിങ്ങാട് അക്ഷര സാംസ്കാരിക സംഘത്തിന്റെ നേതൃത്വത്തിൽ PA ഹുസൈൻ അനുസ്മരണവും ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഫസ്റ്റ് എയ്ഡ് CPR പരിശീലന ക്ലാസും സംഘടിപ്പിച്ചു. ചളിങ്ങാട് ദിയ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കയ്പമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ R സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. അക്ഷര സാംസ്കാരിക കേന്ദ്രം രക്ഷാധികാരി TS മുസ്തഫ അധ്യക്ഷനായി. TV സുരേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഭാരവാഹികളായ PA ഫൈസൽ, PH റസാഖ്, ഷബിത റഷീദ്, സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. NDRF ഇൻസ്പെക്ടർ GC പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശീലനം നൽകിയത്. അതായത് ജീവിച്ചിരുന്ന കാലത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതനുസരിച്ചായിരിക്കും നിങ്ങൾ അദ്ദേഹത്തെ എല്ലാ വർഷവും ഓർക്കുന്നതും ഇങ്ങനൊരു ദിവസം അദ്ദേഹത്തിന് മെമ്മോറിയൽ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് നിത്യശാന്തി നേരത്തുകൊണ്ട് നമുക്ക് ഈ സെഷൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 മണിക്കൂർ നേരത്തെ ഈ സെഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പല തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പലരും ചിലപ്പോൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവും. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു.
KC കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ PA ഷമീർ, സാജിദ പുതിയ വീട്ടിൽ, ഷിനി സതീഷ്, AV ഗിരിജ, ഡോക്ടർ സൗമ്യ, ICDS സൂപ്പർവൈസർ ദിവ്യ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരിടവേള കൂടി. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവം ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രാകേഷ് കണിയാമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സാക്സോഫോൺ കലാകാരൻ കിഷോർ അന്തിക്കാട് വിശിഷ്ടാതിഥിയായി സംബന്ധിച്ചു. പ്രിൻസിപ്പാൾ GP ബാലകൃഷ്ണ, പ്രധാനാധ്യാപിക ടെസി റോസ് മുണ്ടശ്ശേരി, CL ജോസി, PTA വൈസ് പ്രസിഡന്റ് സുനിത സുനോജ്, മദർ PTA വൈസ് പ്രസിഡന്റ് ആര്യ, ഗിരീഷ് ചെറിയത്ത്, സിവിത സിബീഷ് എന്നിവർ സംസാരിച്ചു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവവും IT ഉപകരണങ്ങളുടെ കൈമാറ്റവും നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ അധ്യക്ഷത വഹിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു മുഖ്യാതിഥിയായി സംബന്ധിച്ചു. പ്രധാനാധ്യാപകൻ M രാജേഷ്, PTA പ്രസിഡന്റ് CB അബ്ദുൾ സമദ്, MPTA പ്രസിഡന്റ് സിന്ധുരാജ്, വാർഡ് മെമ്പർ KS അനിൽകുമാർ, പ്രിൻസിപ്പാൾ ഇൻചാർജ് ലക്ഷ്മി മേനോൻ, വിദ്യാലയ സംരക്ഷണ സമിതി പ്രസിഡന്റ് PK ഹംസ, ഒസാക്സ് പ്രസിഡന്റ് MCM താജുദ്ദീൻ, CD ഷീബ, CS ഹാദിയ തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും മികച്ച നേട്ടങ്ങൾ കൈവരിച്ചു. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കുന്ന ജില്ലകളിൽ 6 ജില്ലകളിൽ ഒന്നായി തൃശ്ശൂർ ജില്ല തിരഞ്ഞെടുക്കപ്പെടാനുള്ള കാരണവും നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നടത്തുന്ന ഈ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. നേരത്തെ JTC ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ MLAയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വേറെ നടക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് ഈ ചാമക്കാല മാപ്പിള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ മാത്രം ഈ കഴിഞ്ഞ 2 മന്ത്രിസഭയുടെ കാലത്ത് മാത്രം നടന്നിട്ടുണ്ട്. നാട്ടിക SNS സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവൽ ആരവം 2025 തുടക്കമായി. സ്കൂൾ ലോക്കൽ മാനേജർ PK പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കലോത്സവങ്ങൾ നടത്തുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന കലാവാസനയെ പുറത്തോട്ട് കൊണ്ടുവന്ന് അതിനെ വികസിപ്പിച്ചെടുക്കുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ കലാകാരന്മാരും തന്നെ സ്കൂൾ തലത്തിൽ, ചെറിയ തലത്തിൽ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിച്ച് പിന്നീട് അവർ ഉയർന്ന് വരികയാണ്. സാധാരണ നമ്മൾ അങ്ങനെ അത്തരത്തിലൊരു വാസനയുണ്ടോ എന്ന് നമുക്ക് തന്നെ ബോധ്യമാവുന്നത് നമുക്ക് ഈ ചെറിയ തലങ്ങളിൽ നമുക്ക് ചെറിയ തെറ്റുകളോടുകൂടി അവതരിപ്പിച്ചിട്ടുള്ള പല കലകളുമാണ് അല്ലെ. ഇന്ന് കാണുന്ന പ്രശസ്തരായ കലാകാരന്മാരും കലാകാരികളും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള വേദികളിലൂടെ ഉയർന്നു വന്നവരാണെന്നുള്ളതാണ് അതിന് പ്രധാന കാര്യം. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസങ്ങളിൽ ഒന്നാണ് ഇങ്ങനത്തെ ദിവസങ്ങൾ. കാരണം പഠിപ്പില്ലാതെ സ്കൂളിൽ പോകാൻ കിട്ടുന്ന അവസരം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും സ്മരണീയമായിട്ടുള്ള ദിവസങ്ങൾ എന്നാണ് അന്ന് ആ ചെറുപ്രായത്തിലൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ളത്. PTA പ്രസിഡന്റ് PSP നസീർ അധ്യക്ഷനായി. ഓട്ടംതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ് മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ പ്രിൻസിപ്പൽ ജയാബിനി GSB, ഹെഡ്മിസ്ട്രസ് മിനിജ R വിജയൻ, വാർഡ് മെമ്പർ ഗ്രീഷ്മ സുഖിലേഷ്, PTA എക്സിക്യൂട്ടീവ് അംഗം പ്രശാന്ത്, സ്റ്റാഫ് സെക്രട്ടറി രഘുരാമൻ,
യൂത്ത് ഫെസ്റ്റിവൽ കൺവീനർമാരായ ബിന്ദു MJ, നവീൻ ഭാസ്കർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് NSS പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷിന്റെയും വിദ്യാർത്ഥികളുടെയും നൃത്തവും ഉണ്ടായിരുന്നു. ചടങ്ങിൽ ഓട്ടംതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥിനെ ലോക്കൽ മാനേജർ PK പ്രസന്നൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാമത്സരങ്ങളും അരങ്ങേറി. ഭീകരമർദ്ദനങ്ങൾ നടത്തിയ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ കവാടത്തിൽ അനിശ്ചിതകാല സമരം നടത്തുന്ന MLA-മാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വാടനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെയും പീച്ചി ഉൾപ്പെടെ കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിലെ പോലീസുകാരെയും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഗണേശമംഗലത്ത് നിന്നും ആരംഭിച്ച പ്രകടനം വാടനപ്പള്ളി സെന്ററിൽ സമാപിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MA മുസ്തഫ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബൈദ മുഹമ്മദ് ജാഥാംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. PD ബെന്നി, CM ശിവപ്രസാദ്, രാഗനാഥൻ വയക്കാട്ടിൽ, ഷീജ, സമീർ ഹംസ, സുഗന്ധിനി ഗിരീഷ്, IP പ്രഭാകരൻ, NJ സേവ്യർ, AM മുഹമ്മദ്, രഘുനന്ദൻ വാഴപ്പള്ളി, CM രഘുനാഥ്, പ്രിൻസി സുരേഷ്, ഫാത്തിമ ജലീൽ, ഹസീന താജുദ്ദീൻ, സുനിൽ വാലത്ത്, ഫഫീന ഷബീർ അലി, സുരജ, പ്രിജി, അമീർ ഷാ, ആനന്ദൻ ആന്തൂപ്പറമ്പിൽ, സുനിൽ വാലത്ത്, ഫാത്തിമ ജലീൽ, സുനിൽ ഇത്തിക്കാട്ട്, റഫീഖ് നടുവിൽക്കര, നസീർ അമ്പലത്ത്, സനില, സെയ്ദ് മുഹമ്മദ്, RA നാസർ തുടങ്ങിയവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി. NREG വർക്കേഴ്സ് യൂണിയൻ താന്യം പഞ്ചായത്ത് കൺവെൻഷനും തൊഴിലാളികളെ ആദരിക്കലും ജില്ലാ പ്രസിഡന്റ് P തങ്കം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് NA പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം AS ദിനകരൻ, KR പ്രജിത്ത്, രതി അനിൽകുമാർ, പഞ്ചായത്ത് സെക്രട്ടറി സുജിത സുരേഷ്, MB മുകേഷ്, സിജോ പുലിക്കോട്ടിൽ, സതി ജയചന്ദ്രൻ, TB മദനമോഹനൻ, KC രമേശ് എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 100 ദിവസം ജോലി ചെയ്ത മുഴുവൻ തൊഴിലാളികളെയും ചടങ്ങിൽ ആദരിച്ചു. വലപ്പാട് വടക്കൂട്ട് കുഞ്ചുവിന്റെ മകൻ ബാലകൃഷ്ണൻ നിര്യാതനായി. 82 വയസ്സായിരുന്നു. അബുദാബി അഡ്നോക്ക് കമ്പനിയിൽ സീനിയർ ഓഫീസറായിരുന്നു. നളിനി ചിറ്റാട്ടുകരയാണ് ഭാര്യ. ബാനർജി, ബാബുനാഥ്, നന്ദിനി, ബിനോയ് എന്നിവർ മക്കളും. സിന്ധു ബാനർജി, ദീപ ബാബുനാഥ്, രാമചന്ദ്രൻ എന്നിവർ മരുമക്കളുമാണ്. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10:30 വീട്ടുവളപ്പിൽ നടക്കും. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ബാങ്കിന്റെ വ്യാജ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് തൃപ്പയാറിലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമയുടെ 4 ലക്ഷം രൂപ കവർന്നു. കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് തുറന്നു നൽകാത്തതിനെതിരെ മണലൂർ പഞ്ചായത്തിലെ LDF അംഗങ്ങളുടെ പ്രതിഷേധം. എഴുത്തുകാരൻ ഗോപി മാമ്പുള്ളിയുടെ ദേശങ്ങൾ കഥ പറയുന്നു എന്ന പുസ്തകത്തിന്റെ പ്രകാശനം രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.